ശബരിമലയിൽ പഴയ അരവണ വളമാക്കുന്നു. ഏലക്കയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ 6.25 ലക്ഷം ടീൻ അരവണ വളമാക്കി മാറ്റിയേക്കും. 1 വർഷത്തിലേറെ മാളികപ്പുറം ഗോഡൌണിലാണ് അരവണകൾ കണ്ടെയ്നറുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അരവണ പുറത്തെത്തിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ടെൻഡർ ക്ഷണിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയായേക്കും. അരവണ എങ്ങനെ സംസ്കരിക്കണമെന്ന് ഏജൻസികൾ മുൻകൂട്ടി വ്യക്തമാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലെ തുടർ നടപടികൾ സ്വീകരിക്കൂ. ടെൻഡറിൽ പങ്കെടുക്കാൻ താൽപര്യമറിയിച്ച ഭൂരിപക്ഷം ഏജൻസികളും വളം നിർമ്മിക്കാൻ അരവണ ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചത്. അരവണ ടിന്നുകൾ അതേ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അരവണ ശബരിമലയ്ക്ക് പുറത്ത് വിൽക്കാതിരിക്കാനാണിത്. ശബരിമലയിൽ വെച്ച് തന്നെ കണ്ടെയ്നർ പൊട്ടിച്ച് അരവണ വേർതിരിച്ചാൽ ശർക്കരയുടെ മണം പിടിച്ച് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ എത്തുമെന്ന ആശങ്കയുമുണ്ട്. ഇത് കാരണം കണ്ടെയ്നറുകൾ ട്രാക്ടറിൽ പമ്പയിൽ എത്തിച്ച് അവിടെ നിന്ന് നിലയ്ക്കൽ ഗോഡൌണിലേക്ക് എത്തിക്കാനാണ് ആലോചന. അരവണ സന്നിധാനത്ത് തന്നെ മറവു ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ വനവകുപ്പ് അനുവാദം നൽകിയില്ല.